സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തലസ്ഥാനത്ത് സമാപനം. മാനവീയം വീതിയിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സെപ്റ്റംബർ 3 ആരംഭിച്ച ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന വാരാഘോഷത്തിൽ വ്യത്യസ്തമാർന്ന നിരവധി പരിപാടികൾ അരങ്ങേറി. വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇവന്റ് മ്യൂസിക്കൽ പരിപാടിക്കുള്ള പാർട്ടിസിപ്പേഷൻ അവാർഡ് ജനം TV ചീഫ് ഫിനാൻസ് ഓഫീസറും ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനുമായ വിനോദ് വി നായർ ഏറ്റുവാങ്ങി. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് തലസ്ഥാനത്ത് സമാപനമാകുന്നത്. മാനവീയം വീതിയിൽ നിന്ന് ആരംഭിച്ച സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചു. പൂക്കാവടി, തെയ്യം, മയൂരനൃത്തം, ചെണ്ടമേളം, ശിങ്കാരിമേളം തുടങ്ങി കേരളത്തനിമ വിളിച്ചോതുന്ന നൃത്തവാദ്യ ഇനങ്ങൾക്കൊപ്പം വിവിധ കലാകായിക പ്രകടനങ്ങളും ഘോഷയാത്രയിൽ മികവേകി. ISRO അടക്കമുള്ള കേന്ദ്ര സ്ഥാപനങ്ങളുടെയും സംസ്ഥാന സർക്കാർ, ഇതര സ്ഥാപനങ്ങൾ എന്നിവയുടെയും നിശ്ചല ദൃശ്യങ്ങൾ കാണികൾക്ക് മനം കവർന്നു. വിദേശ സഞ്ചാരികൾക്ക് വീക്ഷിക്കുന്നതിനായി പ്രത്യേകം സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ജനകീയ ഉത്സവമായി ഓണം മാറി. അതെല്ലാ നിലയിലും ജനകീയമായി മാറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്തവണ വിദേശ സഞ്ചാരികൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഇവിടെ വന്നു. 10ഓളം രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികളെ കൊണ്ടുവരാൻ ഒരു പ്രത്യേക കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നുള്ള ക്യാമ്പയിൻ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി അതിന് നേതൃത്വം കൊടുത്തു. അവർ വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമ്പോൾ കേരളത്തിൻ്റെ ജനങ്ങളുടെ ആതിഥേയ മര്യാദ, കേരളത്തിൻ്റെ മതസാഹോദര്യത്തിൻ്റെ പ്രത്യേകത, കേരളത്തിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ആസ്വദിച്ചതിൻ്റെ അനുഭവം, ഇതൊക്കെ തന്നെ അവരുടെ രാജ്യത്തിൽ പ്രചരിപ്പിക്കുന്നവരായി ഇവർ സ്വയം മാറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ ഉണർവാണ് ടൂറിസം മേഖലയ്ക്കുള്ളത്. കേരളത്തിന് പുറമെ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ സംഘങ്ങളുടെ നൃത്തങ്ങളും മികവേകി. പാളയം പബ്ലിക് ലൈബ്രറിക്ക് സമീപം സജ്ജീകരിച്ച VIP പവലിയനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഭാര്യ അനഘ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല, മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ, കടന്നപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയവർ പരിപാടി കാണാനെത്തി. വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇവന്റ് മ്യൂസിക്കൽ പരിപാടിക്കുള്ള പാർട്ടിസിപ്പേറ്റിംഗ് അവാർഡ് ജനം TVക്ക് വേണ്ടി ചീഫ് ഫിനാൻസ് ഓഫീസറും ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനുമായ വിനോദ് വി നായർ ഏറ്റുവാങ്ങി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിലാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരം വെള്ളയമ്പലത്തിൽ നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന ഘോഷയാത്രയിൽ 1000-ൽ പരം കലാകാരന്മാർ പങ്കെടുത്തു. കലാകായിക പ്രകടനങ്ങൾ വീക്ഷിക്കുന്നതിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നായി ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തി. ജനം, തിരുവനന്തപുരം.